ലോകേഷിന്റെ ലീഡിൽ അരുൺ മാധേഷിന്റെ ഡയറക്ഷനിൽ പുറത്തിറങ്ങാട്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് DC എന്ന ചിത്രം. പടം വരുന്ന ഓഗസ്റ്റ് 7-നാണ് വെള്ളുവായിട്ട് തിയേറ്റർ റിലീസ് എത്താനിരിക്കുന്നത്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ നാളെ പുറത്തിറങ്ങുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ജിത്തു മാധവന്റെ സൂര്യ 47 ശേഷം വരാനിരിക്കുന്ന സൂര്യ പടമാണ് സൂര്യ 48 എന്ന പടം. ഈ ഒരു പടത്തിന്റെ ചെന്നൈ ഷെഡ്യൂൾ കുറച്ച് ദിവസം മുമ്പ് ആരംഭിച്ചിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഈ ഒരു ചിത്രത്തിൽ ഹീറോ എത്തുന്ന സൂര്യയുടെയും ഹീറോയിനെ എത്തുന്ന കൈതലോകറിന്റെയും മെയിൻ പോർഷൻസ് ഒക്കെ തന്നെ ഈ ഒരു ഷെഡ്യൂളിൽ തന്നെ തീർക്കാൻ അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മമ്മൂക്കയുടെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ ചിത്രത്തിന്റെ ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ ഇന്നലെ കാരക്കുടയിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നിധി സഹദേവനാണ് ചിത്രം ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഫ്രം ദി ഡയറക്ടർ ഓഫ് ഫാലിമി. ഈ ഒരു ചിത്രത്തിലോട്ട് മമ്മൂക്ക ജോയിൻ ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന ഓഗസ്റ്റ് 5-നായിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. മമ്മൂട്ടി കമ്പനിയുടെ തന്നെ പ്രൊഡക്ഷൻ നമ്പർ 9 വരുന്ന ഒരു ചിത്രവും കൂടെയാണ്. അതിനെ കമന്റ്സ് അപ്ഡേറ്റിലോട്ട് തന്നെ വരാം. കമന്റ് വഴി ആദ്യം ചോദിച്ചുള്ളത് NTRന്റെ ഡ്രാഗൺ എന്ന ചിത്രത്തെ പറ്റി ഒരു അപ്ഡേറ്റ് ആണ്. ഈ ഒരു ചിത്രത്തിൽ നായകനെത്തുന്ന NTRന്റെ ഒരു ഷോൾഡറിൽ ഒരു ഇഞ്ചുറി ഒക്കെ പറ്റി ഡോക്ടറിന്റെ അഡ്വൈസ് പ്രകാരം ഏകദേശം 6 to 8 വീക്കോളം കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ പുള്ളിയുടെ ആ ഒരു ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ തന്നെ മാറി ചിത്രത്തിലോട്ട് ജോയിൻ ചെയ്യട്ടെ എന്നൊക്കെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ അടുത്തായി ചോദിച്ചിട്ടുള്ളത് ജനഗണമന ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു രണ്ടാം ഭാഗം ഉണ്ടാകാനേ സാധ്യതയില്ല. കാരണം ചിത്രത്തിൻ്റെ ഡയറക്ടർ ഡിജോ സാന്റിനോട് ചോദിച്ചപ്പോൾ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സുരാജ് ഏട്ടൻ ഈ ഒരു ചിത്രത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഇനിഷ്യലി ഈ ഒരു ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമേ അവർ പ്ലാൻ ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ജനഗണമനയ്ക്കായാലും ഒരു പ്രോപ്പർ എൻഡിങ് കൊടുക്കാത്തതുകൊണ്ടൊക്കെ തന്നെ ഒരു രണ്ടാം ഭാഗത്തിൻ്റെ ഒരു സ്കോപ്പ് ഇട്ട് നിർത്തിയേക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതേ ഒരു സ്ട്രാറ്റജി പുറത്തിറക്കിയിട്ടുള്ള മറ്റൊരു ടൊവിനോ പടമായിരുന്നു. അതിലും പൃഥ്വിരാജ് ഉണ്ടായിരുന്നു, പള്ളിച്ചട്ടമ്പി എന്ന ചിത്രം. പക്ഷേ അതിന് ഇതേ ഒരു പരിപാടി ചെയ്തിട്ട് അത് വർക്കാകാതെ പൊട്ടിപ്പോയൊരു പരിപാടിയൊക്കെ തന്നെയായിരുന്നു. പിന്നെ അടുത്തായി ചോദിച്ചിട്ടുള്ളത് നെസ്ലിൻ്റെ നെക്സ്റ്റ് മൂവിയെ പറ്റിയാണ്. കുമ്പളങ്ങ നൈറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം ആ ഒരു ചിത്രത്തിൻ്റെ ഡയറക്ടർ മറ്റൊരു സിനിമയും ഡയറക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പം നെസ്ലിനെ വെച്ചാണ് അടുത്ത തൻ്റെ ഡയറക്ടോറിക്കലി മൂവി വരാൻ പോകുന്നത് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഡോക്ടർ അനന്തു എൻ്റർടൈൻസ് ആണ് ഈ ഒരു ചിത്രം അതിൽ നിർമ്മിക്കുന്നതെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. പിന്നെ അടുത്തായി ചോദിച്ചുള്ള ജനനായക ചിത്രത്തിന് ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റിനെ പറ്റിയായിരുന്നു. ചിത്രം 5 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് 101 കോടി രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് 14 കോടി രൂപ. ഓവർസീസ് നിന്നാണ് $7.17 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്യുമ്പോൾ 73,88,00,000 രൂപയ്ക്ക് അടുത്തോളം വരും. അങ്ങനെ ടോട്ടൽ വെളുവായിട്ട് 244 കോടി രൂപ സ്വന്തമാക്കി മികച്ച ഒരു കളക്ഷനൊക്കെ ഈ ഒരു പടത്തിന് പങ്കിട്ടെടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ടൊവിനോയുടെ നെക്സ്റ്റ് മൂവിയെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൽ ക്ലാസിക്കോ എന്ന മൂവിയാണ് വരാനിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ഷൂട്ടും പരിപാടികളൊക്കെ തന്നെയാണ് ഇപ്പോൾ നിലവിൽ നടന്നു പോകുന്നത്. പിന്നെ അടുത്തായി ചോദിച്ചിട്ടുള്ളത് ഉണ്ണിമുതൽ നെക്സ്റ്റ് മൂവിയെ പറ്റിയാണ്. ഇനി ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ പുള്ളി കിഡിലും പ്രൊജക്റ്റ് ഒക്കെ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഗന്ധർവ ജൂനിയർ എന്ന സൂപ്പർ ഹീറോ സബ്ജക്റ്റ്, പിന്നെ ജോഷി സാറുമായിട്ടൊരു മാസ് സബ്ജക്റ്റ്. ബട്ട് ഈ ഒരു പടത്തിൻ്റെയൊക്കെ അപ്ഡേറ്റ് ഉടനെ വരും, അല്ലെങ്കിൽ ഇതിലോട്ട് അഭിനയിക്കാൻ പോവുകയാണ്, ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു, പൂജ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആ ഒരു പടത്തെ പറ്റി യാതൊരു അപ്ഡേറ്റും കാണത്തില്ല. ഇപ്പോൾ കറലി പുള്ളി സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. ഇനി ലോങ് ബ്രേക്ക് എടുത്തേക്കുവാണോ, പുള്ളിയുടെ പഴയ പടത്തിൻ്റെ മാഷപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയി തന്നെ പുറത്തു വിടുന്നത്. അങ്ങനെ പുള്ളിയുടെ ഇനി അടുത്ത ലീഡ് റോളിൽ എത്തുന്ന പടത്തെ പറ്റി യാതൊരു അപ്ഡേറ്റും ഇപ്പോൾ പുറത്തിറങ്ങുന്നില്ല. പണ്ട് കാലത്ത് എക്സ്പെരിമെൻറ്റ് സിനിമകളിലൊക്കെ രാജാവായി നിന്നിരുന്ന ഒരു ഡയറക്ടർ തന്നെയായിരുന്നു വിനയൻ. പുള്ളിയുടെ എക്സ്പെരിമെൻറ്റ് കോൺസെപ്റ്റിൽ പുറത്തിറങ്ങിയിട്ടുള്ള നിരവധി പടങ്ങളുണ്ട്. ഇപ്പോൾ അത്ഭുത ദ്വീപ് ആയാലും അതിശയൻ പോലുള്ള സിനിമകളൊക്കെ ആയാലും ഇപ്പോൾ അതിനെയല്ല ഇപ്പോൾ ആകാശഗംഗേനെ എല്ലാം നിർത്തി ഒരു ക്രോസ് ഓവറിൽ ഒരു പടം വരാൻ പോകുന്നുണ്ടെന്ന് കൺഫേം ആയിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഇപ്പോൾ ഒഫീഷ്യൽ അപ്ഡേറ്റ് ചിത്രത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള വിനയൻ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ഒരു ഫാൻറ്റസി സബ്ജക്റ്റാണ് പുള്ളി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ തന്നെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിൽ ഇപ്പോൾ ഗിന്നസ് പക്രൂം സാഗർ സൂര്യയൊക്കെയാണ് മെയിൻ ലീഡിലായി എത്തുന്നതെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ 20ഓളം യങ് ആക്ടേഴ്സും ഈ ഒരു പടത്തിൽ കാണും, ആക്ടേഴ്സും ആക്ട്രസും. കൂടാതെ തന്നെ ഈ ഒരു പടത്തിൻ്റെ ടെസ്റ്റ് ഷൂട്ടും പരിപാടികളൊക്കെ തന്നെയാണ് ഇപ്പോൾ നടന്നു പോകുന്നതെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. വലിയൊരു പരിപാടി തന്നെയാണ് ഈ ഒരു പ്രാവശ്യമായാലും വരാനിരിക്കുന്നത്. ധനുഷിൻ്റെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് D56 എന്ന ചിത്രം. ചിത്രത്തിൻ്റെ ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. മോസ്റ്റ്ലി ഒരു ഓഗസ്റ്റ് 23 ചിത്രത്തിൻ്റെ പൂജയും പരിപാടികളൊക്കെ തന്നെ നടത്താനാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ DQൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ വെച്ച് എന്തൊക്കെ അപ്ഡേറ്റുകൾ വന്നെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് ഒരു തെലുങ്ക് ചിത്രമായിട്ടുള്ള ശ്രീ എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് സിംഗിൾ ആയിരുന്നു. പിന്നെ പുറത്തിറങ്ങിയിട്ടുള്ളത് മറ്റൊരു തെലുങ്ക് ചിത്രമായിട്ടുള്ള ആകാശ്ലോ ഒക്കിത്തര എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് സിംഗിൾ പുറത്തിറക്കുന്നുണ്ടായിരുന്നു. പിന്നെ ലോക ഫ്രാഞ്ചൈസിലെ വരാനിരിക്കുന്ന ലുക്കറിൻ്റെ ലീഡിൽ വരാനിരിക്കുന്ന ചാർലി എന്ന ക്യാരക്ടറിന് അല്ലെങ്കിൽ ഒഡിയൻ പരിപാടിയിലെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടോ നമ്മുടെ കമൻറ്റ് വഴി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആ ഒരു സ്റ്റില്ലാണ് ദുൽഖറിൻ്റെ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഫേസ് റിവീലിംഗ് ഒന്നുമില്ല, ബട്ട് ആ ഒരു കിടിലെ സ്റ്റില്ല് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ അപ്ഡേറ്റ് വന്നാലും ഇന്നലത്തെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് അപ്ഡേറ്റ് ആയിരുന്നു ഐ ആം ഗെയിം ചിത്രത്തിൻ്റെ ട്രെയിലർ. കാരണം ജസ്റ്റ് പോസ്റ്റേഴ്സ് വൈസ് മാത്രം ഹൈപ്പ് കയറിയ ഒരു ചിത്രത്തിൻ്റെ ട്രെയിലറിന് വേണ്ടി എല്ലാവരും തന്നെ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. എസ്പെഷ്യലി ഞാനും. കാരണം ഇന്നലെ വീഡിയോസ് ഒന്നും പുറത്തിറക്കിയിട്ടില്ലായിരുന്നു. ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ എന്ന രീതിയിൽ ഇടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആദ്യം 6 മണിക്ക് വരുമെന്ന് പറഞ്ഞു. പിന്നെ ബബുബേടെയൊക്കെ നമ്മൾ അറിഞ്ഞതല്ലേ, 6 മണി എന്ന് പറഞ്ഞിട്ട് 9 മണിയൊക്കെ ആകുമ്പോൾ പുറത്തിറക്കിയ കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടായാലും പുറത്തിറക്കുമെന്ന്. അപ്പോഴാണ് ചിത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് അപ്ഡേറ്റ് പുറത്തിറങ്ങുന്നത്. ചെറിയൊരു ടെക്നിക്കലി കുറച്ചുള്ള പ്രശ്നങ്ങൾ കാരണം ഉടനെ യൂട്യൂബിൽ പുറത്തിറക്കും, കുറച്ച് വെയിറ്റ് ചെയ്യണമെന്ന്. എന്നാൽ പിന്നെ വെയിറ്റ് ചെയ്യാമെന്ന് കരുതി തന്നെ ഇരുന്നു.
പിന്നെ ഒരു 9 മണി കഴിഞ്ഞപ്പോൾ തന്നെ ചിത്രത്തിൻ്റെ ടീം അനൗൺസ് ചെയ്തു ഇനി ഈ ഒരു ചിത്രത്തിൻ്റെ ട്രെയിലർ ഒന്നും പുറത്തിറങ്ങില്ല, മറ്റൊരു നല്ലൊരു ദിവസം നോക്കി പുറത്തിറക്കാമെന്ന്. ഈ ഒരു പരിപാടി ഈ ഒരു പടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം ഇതുപോലെ ഐ ആം ഗെയിം എന്ന ചിത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ടീസറോ ഫസ്റ്റ് സിംഗിളോ പോലും പുറത്തിറക്കിയിട്ടില്ല. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നെങ്കിലും പുറത്തിറക്കിയിരുന്നെങ്കിൽ നമുക്ക് പറയായിരുന്നു പെട്ടെന്ന് ഇവർ പ്ലാൻ ചെയ്ത ഒരു പരിപാടിയായിരിക്കും ദുൽഖറിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച ഒരു ട്രെയിലർ എന്ന്. പക്ഷേ ദുൽഖറിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഒരു വീഡിയോ കണ്ടന്റ് ഈ ഒരു സിനിമയുടെ ഭാഗത്തുനിന്ന് ഒരു ട്രെയിലറെങ്കിലും ഒരു പ്രോപ്പർലി പുറത്തിറക്കേണ്ടതായിരുന്നത് എനിക്ക് പേഴ്സണലി ഒരു ഒപ്പീനിയനായിട്ട് തോന്നി. എന്തായാലും അടുത്തൊരു നല്ലൊരു ദിവസം നോക്കി ഒരു ട്രെയിലർ ഇറക്കട്ടെ എന്നൊക്കെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ലാലേട്ടൻ്റെ മകളായിട്ടുള്ള വിസ്മയ മോഹൻലാലിൻ്റെ രീതിയിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് തുടക്കം എന്ന ചിത്രം. ചിത്രത്തിൻ്റെ സെൻസറിങ് കഴിഞ്ഞിരിക്കുകയാണ്. സെൻസർ ബോർഡിൽ നിന്ന് US സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് കിട്ടിയെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ സിനിമ കാത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു ബഡ്ജറ്റിലും ഏറ്റവും വലിയ ഹൈപ്പിലും പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രമാണ് രാമായണ എന്ന ചിത്രം. ചിത്രത്തിൻ്റെ ട്രെയിലറിനായി കുറേ ആൾക്കാരായിരുന്നു കാത്തിരുന്നിട്ടുള്ളത്. ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസ് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലി ചിത്രത്തിൻ്റെ ടീമായാലും കൺഫേം ആക്കിയിരിക്കുകയാണ്. നാളെ വെളുപ്പിന് 4:15 ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പേ റെക്കോർഡ് നിന്നിരുന്നത് സലാർ ചിത്രമായിരിക്കും 5 മണിക്ക് എങ്ങാണ്ട് പുറത്തിറക്കുന്നത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഈ ഒരു ചിത്രമായിരിക്കാം വെളുപ്പിന് 4:15 പുറത്തിറക്കുന്ന ഒരു ഒഫീഷ്യൽ ട്രെയിലർ. എന്തായാലും ഈ ഒരു ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ അല്ലു അർജുൻ്റെ ലീഡിൽ ഒരു കൈദി ലെവൽ അല്ലെങ്കിൽ ഒരു വിക്ര ലെവൽ ഒരു ചിത്രം വരാൻ പോവുകയാണ്. മോസ്റ്റ്ലി കൈദിയായിട്ട് വേണമെങ്കിൽ പറയാം. കാരണം കൈദി ചിത്രത്തിൽ ഹീറോയിനും പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അതേ ഒരു പരിപാടിയിലായിരിക്കും ഈ ഒരു പടം വരാൻ പോകുന്നതാണ് അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. കാരണം ലോകേഷിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നോ ഹീറോയിൻ നോ റൊമാൻസ് ജസ്റ്റ് പ്യുവർ മാസ് എൻ്റർടൈനർ പടം. ഈ ഒരു പടത്തിൽ ഇപ്പോൾ ചിത്രത്തിൻ്റെ ടീം ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു യൂഷ്വലി പുള്ളി ചെയ്തിട്ടുള്ള കൈദി വിക്രം ലെവലിലെ ഒരു കൊമേഴ്ഷ്യൽ ഫോർമുല തന്നെയാണ്. അതായത് ആക്ഷനും ഇമോഷൻസും നല്ല ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിങ്ങും വിത്തൗട്ട് റൊമാൻസ് പരിപാടികളൊക്കെ തന്നെ. ഈ ഒരു പരിപാടി മാറ്റി പിടിച്ചപ്പോഴായിരുന്നു ലോകേഷിൻ്റെ ഒരു ഡൗൺഫാൾ തുടങ്ങിയെന്ന് ഞാൻ പറയും. കാരണം ലിയോയ്ക്ക് അത്രയും കിടിലൻ റെസ്പോൺസ് കിട്ടാതെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കൂലി എന്ന ചിത്രത്തിന് വലിയൊരു വിജയമൊന്നും നേടിയെടുക്കാൻ പറ്റാതെ പോയി. ഇപ്പോൾ അല്ലു അർജുനെ പോലൊരു ടോപ്പ് സ്റ്റാറിനെ കിട്ടിയപ്പോൾ കൈദി വിക്രം ലെവൽ അതൊരു പടം എടുത്തു കഴിഞ്ഞാൽ അതേ രീതിയിലുള്ളൊരു കിടിലം പക്ക കമ്പാക്ക് കിട്ടുമെന്നുള്ള രീതിയിലായിരിക്കാം പുള്ളി ഈ ഒരു കോൺസെപ്റ്റിലോട്ട് വീണ്ടും പോയെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഒഫീഷ്യലി കൺഫേം ആക്കുകയാണെങ്കിൽ പടത്തിന് പീക്ക് ഹൈപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കറലി വരുന്ന ജസ്റ്റ് റൂമറായിട്ട് മാത്രമാണ് കണക്കാക്കുന്നത്. എന്തായാലും ഈ ഒരു പടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക.